ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയുടെ പുതിയ അധ്യായം തുടങ്ങുന്നു. ഈ അധ്യായത്തിൽ പത്മശ്രീ സദനം ബാലകൃഷ്ണേട്ടൻ, സദനം ബാലകൃഷ്ണാശാൻ, അദ്ദേഹത്തെ കുറിച്ചാണ് ഇന്നത്തെ വർത്തമാനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റേതാണ് ഇന്നത്തെ വർത്തമാനങ്ങൾ. സദനം ബാലകൃഷ്ണേട്ടനെ സദനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലം മുതൽ, അതായത് 78, 79, 80 കാലത്തൊക്കെ പറഞ്ഞു കേട്ട് ധാരാളം പരിചയമുണ്ട്. അതിനുശേഷമാണ് 80-ന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിനെ നേരിൽ കാണുന്നത്. ഞാൻ നേരിൽ കാണുന്നത് ഒരു അത്ര പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. എങ്കിൽ പോലും അദ്ദേഹത്തെ അക്കാലത്ത് അറിയുന്നത് സദനത്തിൻ്റെ കഥകളി പാരമ്പര്യത്തിലുള്ള, കഥകളിയെ മാത്രം സ്നേഹിക്കുന്ന ഒരു കലാകാരൻ, അതിലേറെ കുമാരൻ നായരാശാൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ള, അത് കഥകളി ആവട്ടെ, കഥകളി ഇതര മേഖലകളാവട്ടെ, അതെല്ലാമുള്ള ഒരു ബാലകൃഷ്ണേട്ടൻ. അങ്ങനെയാണ് ഞാൻ ബാലകൃഷ്ണേട്ടനെ അറിയുന്നത്. കണ്ടുപരിചയം മുതലും അരങ്ങിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഞാൻ കണ്ടിട്ടുള്ളത്. നിരവധി വേഷങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് കൊട്ടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുമാരൻ നായരാശാൻ്റെ കഴിവുകൾ, പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ബാലകൃഷ്ണേട്ടൻ്റെ പ്രത്യേകതകളും എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ പോലും ബാലകൃഷ്ണേട്ടൻ സദനത്തിൽ നിന്ന് പഠനം കഴിഞ്ഞ്, അവിടെ പഠിപ്പിക്കൽ കഴിഞ്ഞ് പിന്നീട് ഡൽഹിയിലേക്ക് പോയി. ഇൻ്റർനാഷണൽ സെൻറ്ററിൽ നിരവധി കാലം അദ്ദേഹം ജോലി ചെയ്തു. തുടർന്ന് മദ്രാസ് അടയാർ കലാക്ഷേത്രത്തിൽ കഥകളി അധ്യാപകനായി. ഇത്തരം അധ്യാപന പരിചയം അദ്ദേഹത്തിന് സദനത്തിൽ നിന്നല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിച്ചതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ ഉള്ള കഥകളി സ്നേഹികൾക്ക് ഈ കഥകളിയെ വളരെ ആഴത്തിൽ പരിചയപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഞാൻ കാണുന്ന ഒരു മേന്മ. കേരളത്തിന് പുറത്തുള്ള, അതായത് ഒഡീസി അല്ലെങ്കിൽ കഥക് തുടങ്ങിയിട്ടുള്ള നർത്തകിമാർ ഇവരൊക്കെ കഥകളി ഒരു അത്ഭുത കലയാണ്, അല്ലെങ്കിൽ പ്രത്യേകതയുള്ള കലയാണ്, അല്ലെങ്കിൽ ശാസ്ത്രീയതയുള്ള കലയാണ് എന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്തുന്നതിന് ബാലകൃഷ്ണേട്ടൻ വഹിച്ച പങ്ക് എന്താ പറയുക, സീമാതീതമാണ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പറയേണ്ടതായിട്ട് വരും. അത്രയധികം കഥകളിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൽ വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹിന്ദി ഭാഷ അറിയാം, ഇംഗ്ലീഷ് അറിയാം, സംസ്കൃതം അറിയാം, മലയാളം അറിയാം, കഥകളിയുടെ മുദ്രകളറിയാം, അഭിനയങ്ങളറിയാം, അതിൻ്റെ സങ്കേതങ്ങൾ എല്ലാം അറിയാം. പുരാണങ്ങൾ വളരെ കൃത്യമായ അദ്ദേഹത്തിന് ധാരണയുണ്ട്. ഹൈന്ദവ പുരാണങ്ങളല്ലാതെ മറ്റ് ഇതര പുരാണ കഥകളെ കേന്ദ്രീകരിച്ച് ഒട്ടനവധി കഥകൾ അദ്ദേഹം എഴുതുകയും അത് കഥകളി
രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാലും അതെല്ലാം അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ പറയാൻ കാരണം അദ്ദേഹത്തിനെക്കുറിച്ച് രണ്ട് വാക്ക് എനിക്കും പറയാൻ കിട്ടുന്ന അവസരം പാഴാക്കേണ്ടതില്ലല്ലോ എന്ന് കരുതിയാണ്. താളത്തിൽ അധിഷ്ഠിതമായി ഏതൊരു പുതിയ കലാശമാവട്ടെ, അതിൻ്റെ ഈ അഷ്ടകലാശം പോലുള്ള വിവിധ താളങ്ങളിലുള്ള അഷ്ടകലാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ കീഴ്പ്പടം കുമാരനാരാശാനുള്ള വൈദഗ്ധ്യം നമുക്ക് ഏവർക്കും പരിചയം ഉള്ളതാണ്. അതേപോലെ തന്നെ കുമാരനാരാശാൻ്റെ കഴിവുകളെ അതേപോലെ പകർത്തുകയും ഒരു ഇതര സംസ്ഥാനത്തിൽ കഥകളിയെ പരിചയപ്പെടുത്തുന്നതിൽ, കഥകളിയെ പഠിപ്പിക്കുന്നതിൽ ഏതെല്ലാം തരത്തിൽ പുതിയ മാർഗങ്ങൾ വേണ്ടതുണ്ടോ അതെല്ലാം കഥകളിയുടെ ചിട്ട വിടാതെ ആധുനിക രീതിയിൽ പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ വളരെ കഴിവുള്ള വ്യക്തിയാണ് സദനം ബാലക്ഷേട്ടൻ. അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാലും കഥകളി ഒരുപക്ഷേ രംഗത്ത് അവതരിപ്പിച്ചത് കേരളത്തിൽ വളരെ കുറവായിരിക്കാം. പക്ഷേ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ ഒട്ടനവധി വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് നിരവധി തവണ വിദേശ അരങ്ങുകളിൽ കഥകളി അവതരിപ്പിക്കുകയും കഥകളിയെ ഡെമോൺസ്ട്രേഷനിലൂടെ പരിചയപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ്. ഇങ്ങനെ ബാലക്ഷേട്ടനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ ഇനി അധികം വർണ്ണിക്കുന്നില്ല. എങ്ങനെയും ബാലക്ഷേട്ടൻ ഈ വൈത്താരിയിൽ സംസാരിക്കാൻ സമ്മതിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകളിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും അദ്ദേഹം വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. കഥകളി എന്ന ഒരു കല മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലും പ്രവൃത്തിയിലുമുള്ളൂ. അത് തെക്കൻ ചിട്ടയെന്നോ കല്ലുഴി ചിട്ടയെന്നോ അല്ലെങ്കിൽ കപ്ലിങ്ങാടൻ ചിട്ടയെന്നോ കല്ലടിക്കോടൻ ചിട്ടയെന്നോ അദ്ദേഹത്തിന് അതിൽ വേർതിരിവില്ല. എല്ലാ ചിട്ടയെയും വളരെ സന്മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള മനസ്സും അതിൻ്റെ ആ കലാശങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ചിട്ടകളോ ചെയ്യുന്നതിലുള്ള പ്രാവീണ്യവും അദ്ദേഹത്തിനുണ്ട്. എങ്ങനെയും ബാലക്ഷേട്ടനാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇന്ന് എന്ന് പറഞ്ഞാൽ 2025 ഇത് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇനി ഒരുപാട് കാലം കഴിഞ്ഞാലും ഇത് ഒരുപക്ഷെ കേൾക്കാൻ ഇടയായ സാഹചര്യം വരികയാണെങ്കിൽ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ 25 എന്ന് പറഞ്ഞത്. ഇന്നത്തെ കഥകളി ഗായകരിൽ ഏറ്റവും പ്രശസ്തനായ ഗായകൻ ആര് എന്ന് ചോദിച്ചാൽ രണ്ടാമതൊരു ചോദ്യത്തിനോ സംശയത്തിനോ ഉത്തരത്തിനോ മടിക്കേണ്ടതില്ലാത്ത ഒരാളാണ് കോട്ടക്കൽ മധു എന്ന പ്രശസ്ത കഥകളി ഗായകൻ. അദ്ദേഹമാണ് ഇദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ രണ്ടുപേരെയും എനിക്ക് ലഭിച്ചത് പ്രതംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ, അതായത് ഈ കഥകളിയുടെ ഉത്ഭവം ഏത് തരത്തിലുണ്ടായോ ആ ക്ഷേത്രത്തിലെ ഒരു കഥകളി ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ മധുവിനെ ഈ ബാലക്ഷേട്ടനോട് ചോദ്യം ചോദിക്കുന്നത് ലഭിച്ചു എന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. വളരെ കാര്യമാത്ര പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ മധുവിനുള്ള കഴിവ് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ബാലക്ഷേട്ടനോടുള്ള ചോദ്യത്തിലൂടെ കാണാവുന്നതാണ്. അദ്ദേഹത്തിന് പാട്ടിൽ മാത്രമല്ല വാക്കിലും അതിൻ്റെ മേന്മയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിനോടുള്ള ചോദ്യങ്ങൾ മധു ചോദിക്കുന്നത്. മധുവിൻ്റെ പാട്ടിൻ്റെ സവിശേഷതകളൊന്നും ഞാൻ പറയേണ്ടതില്ല. വളരെ ജനപ്രിയനായ രാഗങ്ങളെ തൻ്റെ തൊണ്ടയിലൂടെ വളരെ അനായാസമായി ആലാപനം ചെയ്യുന്ന വളരെ നല്ല ശബ്ദത്തിനുടമയായ ആലാപനത്തിൽ വളരെയധികം ധൈര്യം സമ്പാദിച്ചിട്ടുള്ള ഒരു ഗായകനാണ് കോട്ടക്കൽ മധു. PSV നാട്യസംഘത്തിലെ
ഇപ്പോഴും കഥകളി ഗായകൻ എന്ന നിലയിൽ അദ്ദേഹം അധ്യാപനം ചെയ്യുകയും കളിയരങ്ങുകളിൽ നിറയെ പാടുകയും ഒപ്പം കഥകളി പദക്കച്ചേരികൾ നടത്തി കഥകളി പദക്കച്ചേരികൾ കർണാടക സംഗീതജ്ഞരോടുകൂടി നടത്തി കഥകളി സംഗീതത്തിൻ്റെ ആധികാരികത ഉറപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ്. ഒപ്പം നിരവധി ആൽബങ്ങളോ അല്ലെങ്കിൽ സിനിമ ഗാനങ്ങളോ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ അപ്പുറം കഥകളി സംഗീതത്തിൻ്റെ ഈ ആധികാരികതയും അതിൻ്റെ ഭാവപുഷ്ടിയും ഇതര സംഗീതജ്ഞരെ അറിയിപ്പിക്കുന്നതിൽ കോട്ടക്കൽ മധു ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആലാപനം സഹൃദയരും ഏറ്റുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ രണ്ട് വ്യക്തികളാണ് ഇന്നിവിടെ എൻ്റെ ഈ ചെറിയ ഉദ്യമത്തിൽ പങ്കാളികളാവുന്നത്. അവരെ ആദരപൂർവ്വം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. വായ്ത്താരി കഥകളിയിലെ ആചാര്യന്മാരെക്കുറിച്ച് മനസ്സിലാക്കുവാനും അറിയുവാനുമുള്ള കളിമേള സഞ്ചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായിട്ടുള്ള പത്മശ്രീ അവാർഡ് ലഭിച്ച സദനം ബാലകൃഷ്ണാശാനാണ്. അദ്ദേഹത്തിൻ്റെ കഥകളിയിലൂടെയുള്ള വഴികളെക്കുറിച്ച് നമുക്ക് അറിയാം. ആശാൻ നമസ്കാരം. നമസ്കാരം. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ള പത്മശ്രീ അവാർഡ് ലഭിച്ചതിൽ ഞങ്ങൾക്ക് കഥകളി ആസ്വാദകർക്കും കഥകളി കലാകാരന്മാർക്കും വളരെയധികം അഭിമാനമുണ്ട് ആശാനെക്കുറിച്ച്. ആശാൻ്റെ ഈ കഥകളി ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ആശാൻ കഥകളി തുടങ്ങിയതും പിന്നീട് കീഴ്പ്പടം കുമാരനാരാശാൻ്റെ കീഴിൽ അഭ്യസിച്ച ആ രീതിയും എല്ലാം ഒന്ന് വിശദമായി പറഞ്ഞാൽ ഞങ്ങൾക്കറിയാമായിരുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുറുമാത്തൂർ ഇല്ലത്ത് വെച്ചാണ് കഥകളി ആദ്യം പഠിക്കുന്നത്. കല്ലടിക്കോണ സമ്പ്രദായത്തിൽ ഒരു പ്രസിദ്ധ ആചാര്യനായ കൊണ്ടുവീട്ടിൽ നാരായണൻ നായർ ആശാനാണ് എന്നെ കഥകളി പഠിപ്പിച്ചത്. ഒരു 3 വർഷം, അതായത് ക്ലാസ്സിന് ശേഷം കഥകളി അങ്ങനെ പഠിച്ചിട്ട് 3 വർഷം ഞാൻ ഓരോ വേഷം അരങ്ങത്ത് അവതരിപ്പിച്ചു. ആദ്യത്തെ വർഷം ദുര്യോധനത്തിൽ ദൂതിൽ കൃഷ്ണൻ, 2ാമത്തെ വർഷം കുചേലവൃത്തത്തിൽ കൃഷ്ണൻ, 3ാമത്തെ വർഷം കിരാതത്തിൽ അർജുനൻ. ഈ 3 കഥകളി പഠിത്തമെന്ന് പറയാൻ പറ്റില്ല, വേഷം പഠിപ്പാണ് അന്നത്തെ ഉണ്ടായത്. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ കുറുമാത്തൂർ നമ്പൂരിപ്പാടിൻ്റെ ശ്രമത്തിലാണ് എന്നെ സദനത്തിൽ കൊണ്ട് ചേർത്തത്. അപ്പോൾ ആ നമ്പൂരിപ്പാടാണ് ഈ 8 വർഷത്തെ എൻ്റെ അഭ്യാസത്തിനുള്ള അത്യാവശ്യം ചിലവ് പോലും ചെയ്ത അദ്ദേഹമാണ്. അവിടെ ഞാൻ ചേരുന്ന സമയത്ത് തേക്കിൻകാട്ടിൽ രാമണിനാരാശാനാണ് പ്രധാന നാട്യാചാര്യൻ. തേക്കിൻകാട് രാമണിനാരാശാനാണ് പ്രധാന അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ 3.5 വർഷം ഞാൻ കഥകളി പഠിച്ചു. ഇതിന് അദ്ദേഹത്തിന് പ്രായം അധികം. പിന്നെ ഇഹലോകം തന്നെ കഴിഞ്ഞ ശേഷമാണ് കീഴ്പ്പടം പത്മശ്രീ കീഴ്പ്പടം കുമാരനാരാശാൻ സദനത്തിൽ അധ്യാപകനായിട്ട് ചേരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ കലാജീവിതത്തിൻ്റെ വഴിത്തിരിവ് എൻ്റെ പ്രധാന കാരണക്കാരൻ കുമാരനാശാൻ തന്നെയാണ്. അതിൻ്റെ കാരണം വിദ്യാർത്ഥിയുടെ കഴിവുകേടും സാധ്യതയും സാധ്യതയില്ലായ്മയും തിരിച്ചറിഞ്ഞുള്ള ഒരു കഥകളി അഭ്യസനം ആയിരുന്നു ആശാൻ്റെത്. എല്ലാവരും ഒരേപോലെ ഒരേ ഐറ്റം തന്നെ വ്യത്യസ്ത തരത്തിൽ ആണ് വിദ്യാർത്ഥി സമീപിക്കുക. അപ്പം അത് കഥാപാത്രം മാത്രമല്ല, ഇവൻ മെയ്യറപ്പ് മുതൽ അദ്ദേഹത്തിന് ഞാനും കൃഷ്ണൻകുട്ടിയും രാമൻകുട്ടിയും ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ് കീഴ്പ്പടം കുമാരനാശാൻ്റെ. എന്നാൽ അവരെ ഓരോരുത്തർക്കും എന്താണ് ഗുണം, എന്തൊക്കെ അവർക്ക് സാധ്യത എന്ന് മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു അധ്യാപന സമ്പ്രദായം ആയിരുന്നു കീഴ്പ്പടം കുമാരനാശാൻ്റെ. അദ്ദേഹത്തിൻ്റെ കീഴിൽ ആണ് പിന്നെ ഞാൻ ഒരു നീണ്ട കാലം
പഠിക്കാനും പഠിപ്പിക്കാനും സദനത്തിലെ വിദ്യാർത്ഥിയായി ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ അവസാന കാലത്താണ് നെല്ലിപ്പറ്റ ഞാൻ തന്നെയാണ് ആശാൻ എല്ലാ ദിവസവും ഞാൻ തന്നെ പഠിപ്പിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ സ്കോളർഷിപ്പ് സമയത്ത് ഞാനായിരുന്നു അവിടുത്തെ പ്രധാന അധ്യാപകനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിനെ പഠിപ്പിക്കാനും അത് കഴിഞ്ഞ് ഞാൻ സദനം അന്നത്തെ സാഹചര്യത്തിൽ സദനം വിടേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഡൽഹിക്ക് പോകാൻ ഇടവരെ ഉണ്ടായത്. ഈ രണ്ടുപേര് കലാലോകത്തിന് മനസ്സിലാവേണ്ട തരത്തിൽ എന്ന് പറയാണ്ട് രാവണനാരാശാൻ്റെയും കീഴ്പ്പൻ കുമാരദാശാൻ്റെയും പഠന സമ്പ്രദായത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു കഥ അല്ലെങ്കിൽ ഒരു ഐറ്റം അല്ലെങ്കിൽ കാൽസാധകം തോടയം വരെ അതങ്ങനെ മുഴുവൻ ചെയ്യുക, അല്ലാതെ ഓരോന്നും പ്രത്യേകം മുറിച്ച് ഇപ്പോൾ തെയ്ത എന്ന് മുറിച്ച് ചെയ്യുന്ന സമ്പ്രദായം അല്ല രാവണനാരാശാൻ്റെ. അതുപോലെ കഥ ഇപ്പോൾ ഇന്ന് ഈ കോട്ടയം കഥ ഇങ്ങനെ ചെയ്യാൻ ഒരു പരിധിവരെ കാരണക്കാരൻ രാവണനാരാശാൻ്റെ എല്ലാ രംഗങ്ങളും തുടർച്ചയായിട്ട് പിന്നെ പഠിപ്പിക്കുന്ന സമ്പ്രദായമാണ്. ഇപ്പോൾ ക്രമീരവധം എടുത്താൽ അത് കഴിയുന്നവരെ തുടർച്ചയായിട്ട് ചൊല്ലിയാട്ടം ഉണ്ടാവും. അതായത് 3 ദിവസമോ 4 ദിവസമോ കൊണ്ട് ക്രമീരവധം കഴിയും. അത് കഴിഞ്ഞിട്ട് അടുത്ത കഥ. ആദ്യം പറഞ്ഞ സാധാരണ തുടങ്ങുന്ന കല്യാണ സൗന്ധ്യമാണ്, ശൗര്യഗുണം മുതലാണ്. ഭഗവതം എന്താണോ രണ്ടാമതാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഭഗവതം കല്യാണ സൗന്ധ്യം ഇത് പിന്നെ പരിതാപിക്കരുത്, ജടാസുര ബ്രാഹ്മണൻ, പിന്നെ ഇത് അല്ല വളർന്നല്ലോ അന്നത്തെ കാലത്ത് ചൊല്ലിയാട്ടം ഒക്കെ ചൊല്ലിയാട്ടം ജടാസുരനൊക്കെ ചൊല്ലിയാടിയിരുന്നു. അദ്ദേഹം നെല്ലിയോട് അല്ല ചേലപ്പറമ്പ് നമ്പൂരിപ്പാടാണ് അദ്ദേഹമാണ് ഈ ജടാസുരൻ ചൊല്ലിയാടുന്നത്. അങ്ങനെ ഒരാശം തന്നെയേ ഉള്ളൂ അന്ന്. പിന്നെ അന്നല്ല എനിക്ക് ഈ പറയുക അത് കഴിഞ്ഞ് പിന്നെ കുമാരനാശ തന്നെയാണ് എല്ലാം ചൊല്ലിക്കുന്നത്. വേറെ താടിവേഷമായാലും കരിവേഷമായാലും എല്ലാം തേക്കും കാട്ട് സ്ത്രീവേഷമായാലും ശരി. ചില ഓർമ്മ പറയാലോ, അദ്ദേഹത്തിൻ്റെ 83-ാമത്തെ വയസ്സിൽ ക്രിമീരവത്തിൽ ലളിത അദ്ദേഹം കിട്ടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നും ആ മുഖത്തിന് കുറച്ച് ഉയരം കുറഞ്ഞൊരു ആളാണ്. പിന്നെ ഇന്നും ആ ലളിതയുടെ ചിത്രം സദനത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ലളിത വേഷം ഉണ്ടായിരുന്നു. ക്രിമീരവസം ലളിത. പിന്നെ അദ്ദേഹത്തിൻ്റെ താടി വേഷം ഒഴികെ എല്ലാ വേഷങ്ങളും രംഗത്ത് അവതരിപ്പിക്കാറുമുണ്ട്. വെള്ളത്താടിയും അദ്ദേഹത്തിൻ്റെ കൂടെ കുശലന്മാർ വേഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വേഷവും അദ്ദേഹം ചെയ്യാറുണ്ട്. പിന്നെ പ്രധാന വേഷങ്ങൾ പച്ചയും കത്തിയാണ് ഇല്ലാന്നില്ല, പക്ഷേ വെള്ളത്താടിയും ധാരാളം ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആദ്യത്തെ 3.5 വർഷം അദ്ദേഹത്തിന് സെൻട്രൽ ഗവൺമെൻറ് അവാർഡ് കിട്ടിയിട്ട് വരുമ്പോൾ വഴിയിൽ വെച്ചിട്ട് ആണ് പിന്നെ ചെറിയ അസുഖം വന്നു. പിന്നെ അദ്ദേഹം പിന്നെ സദനത്തിൽ വരേണ്ടി വന്നു. അധികകാലം അസുഖമായിട്ട് കിടപ്പൊന്നും ഉണ്ടായിട്ടില്ല. 84-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇഹലോകവാസം. ഈ കുറുമാത്തൂർ പഠിക്കുന്ന സമയത്ത് ആശാൻ വേഷം കിട്ടി അരങ്ങേറ്റം കഴിച്ചിട്ടുണ്ട്. കുറുമാത്തൂർ ആദ്യത്തെ വർഷം തന്നെ ഓണം കഴിഞ്ഞിട്ടാണ് കഥകളി എന്ന് പറഞ്ഞിട്ടല്ല പഠിക്കാൻ തുടങ്ങിയത്. ഡാൻസിന് പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഇഷ്ടമുള്ളവർക്ക് വരാം. അങ്ങനെ ഞങ്ങളൊരു എല്ലാ ക്ലാസ്സിലും കൂടി ഒരു 60ഓളം കുട്ടികൾ പോയതിൽ നിന്ന് ഞങ്ങൾ 5 പേരെ ആൺകുട്ടികളെയും ഒരു 8 പേരെ പെൺകുട്ടികളെയും തിരഞ്ഞെടുത്തു. ഈ 5 പേരെ കൊണ്ടാണ് ഈ ആദ്യത്തെ തവണ ധർമ്മപുത്രർ, കൃഷ്ണൻ, പാഞ്ചാലി, പിന്നെ ദുര്യോധനൻ. 5ാമത്തെ കുട്ടി ആദ്യത്തെ 4 ക്ലാസ് കഴിഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂൾ വിട്ട് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ കഥകളി ക്ലാസ്. അപ്പോൾ പിന്നെ 4 മണി മുതൽ ഒരു 5-5:30 വരെ. ഈ 5:30 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് 6 കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീട്. ഈ 6 കിലോമീറ്റർ പോകണം. ഇങ്ങനെ ഞാൻ ഓടുന്നത് കണ്ടു സ്കൂൾ മാനേജർ. ആ ചെക്കനെന്താ ഓടണം. അപ്പോൾ ഞാൻ അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ കേട്ടില്ല, എനിക്ക് വീട്ടിലെത്തണ്ടേ. കാര്യസ്ഥൻ കൂടെ ഓടി വന്നിട്ട് അദ്ദേഹം തപ്പരാൻ വിളിക്കേണ്ടത്. അപ്പോൾ എന്താ ഓടണം? അപ്പോൾ ഞാൻ കഥകളി ക്ലാസ്സിലാണ്. അവരോട് പറയുന്ന ഇനി മുതൽ കഥകളി ക്ലാസ്സുള്ള ദിവസം ഇവിടെ താമസിച്ചാൽ മതി. അങ്ങനെ ഞാൻ ഈ കഥകളിയുടെ ഒപ്പം തന്നെ കുറുമാത്തൂർ അദ്ദേഹത്തിന് വടക്കാൻ മലബാറ് എഴുന്നള്ളിടത്ത് എന്നാണ് പറയാം. തമ്പുരാൻ തിരുവേനെന്നല്ല പറയാം, എഴുന്നള്ളിടത്ത് എന്നാണ് പറയാം.
കുറുമാത്ത് വലിയെഴുന്ന് അതെൻ്റെ അവിടെ പിന്നെ താമസിച്ചു അവിടെ ഇല്ലത്തെ എനിക്ക് മിനിമം ആവശ്യങ്ങൾ കഥകളി ക്ലാസ് ഉള്ള ദിവസം അങ്ങനെ പിന്നെ അതായി. പിന്നെ ഈ വെക്കേഷൻ കഴിഞ്ഞിലാണ് അരങ്ങേറ്റം ഉണ്ടായത്. അപ്പോൾ അരങ്ങേറ്റത്തിന് സമയത്ത് സ്കൂൾ പൂട്ടി അന്ന് മുതൽ പിന്നെ അദ്ദേഹം ഭാഗവത് പിന്നെ വീട്ടിലുള്ള അത് ക്ഷേത്രം കരിമ്പുഴ അല്ല അയ്യപ്പ ക്ഷേത്രം സ്ഥാനത്തിന് അപ്പുറത്തുള്ള പ്രധാനപ്പെട്ട അയ്യപ്പ ക്ഷേത്രമല്ലേ കോട്ടായി കോട്ടായി ചമ്പ്രവളക്ക് ഉള്ള ഒരു നാരായണ കേട്ടിട്ടുണ്ട് നാരായണനായ ഭാഗവതർ അദ്ദേഹത്തെ വിളിച്ച് വരുത്തി ആണ് ചൊല്ലിയേട്ടം. ആദ്യത്തെ ഒരു 15 ദിവസം അദ്ദേഹം മാത്രം താളം പിടിച്ചിട്ട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കുഞ്ഞാമാരാരും പിന്നെ ഗോവിന്ദമാരാരും ചെണ്ടയ്ക്ക് വന്നിട്ട് 1.5 മാസം ഇവിടെ ചൊല്ലിയേട്ടം കഴിഞ്ഞിട്ടാണ് പിന്നെ ആ വെക്കേഷൻ്റെ അവസാനം ആകുമ്പോഴാണ് അരങ്ങേറ്റം. അത് കുറുമാത്ത് ഇല്ലത്ത് വെച്ച് തന്നെ കളി ഉണ്ടായത് മിച്ചത്ത്. ആദ്യം അവിടെ വേഷം കിട്ടിയത് എന്തായിരുന്നു? അത് ഈ ദുര്യോധനത്തിലെ ശ്രീകൃഷ്ണനാണ് വേഷം. എൻ്റെ കൂടെയുള്ള ഒരാൾ ദുര്യോധനൻ, ഒരാൾ പിന്നെ പഞ്ചാലി, ഒരാൾ ധർമ്മോത്തര. ഈ ദണ്ഡകം മുതലാണ് യുദ്ധം പരമാർത്ഥം ആ ദണ്ഡകം മുതലാണ് ഈ പിന്നെ ദൂത് കഴിഞ്ഞ് വിശ്വരൂപം വരെ അങ്ങനെ ആണ് പിന്നെ ആദ്യത്തെ അരങ്ങേറ്റം ഉണ്ടായത്. അത് അപ്പോൾ വയസ്സ് എത്രാം ക്ലാസ്സിലായിരുന്നു ആശാൻ പഠിച്ചത്? 6ാം ക്ലാസ്. 6ാം ക്ലാസ്സിൽ കഴിഞ്ഞ് 7ാം ക്ലാസ്സിലാകുമ്പോൾ അരങ്ങേറ്റം ആദ്യമായിട്ട് കൃഷ്ണ വേഷം കെട്ടുന്നത്. 11 വയസ്സ് കഴിഞ്ഞ്. പിന്നെ ഈ തിരുമേനി തന്നെയാണ് സദനത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചത്. അന്നത്തെ ഒരു കാരണം മനസ്സിലാ പറയാം. ഈ 3 വർഷം കഴിഞ്ഞപ്പോൾ അന്ന് ഭൂനൈ ബില്ല് വന്നപ്പോൾ ഇത്തരം ചിലവുകൾക്ക് ഉള്ള ഇത് മറ്റുള്ള സഹോദരന്മാർ പറഞ്ഞു, ഏട്ടൻ ഇതിനൊക്കെ പുറപ്പെട്ടാൽ പറ്റില്ല, ഭൂമിയും സ്വത്ത് വാരവും പാട്ടൊന്നും ഉണ്ടാവില്ല, ഇല്ലത്ത് ഉണ്ടാവില്ല, അതുകൊണ്ട് ഇങ്ങനെ ചിലവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം ഇത് നിർത്തണമല്ലോ. അദ്ദേഹം ആദ്യം ചെയ്യുന്നത് വെച്ചാൽ അവസാനിപ്പിക്കുന്ന കളി തളിപ്പറമ്പ് കുട്ടമ്പുറത്ത് വെച്ച് കിരാതം. അത് ഒരു സമർപ്പണം, തമ്പുരായ പെരുന്തിരിക്കോപ്പിനെ സമർപ്പണമായിട്ട് ആ കിരാതം അവതരിപ്പിച്ചു. കിരാതം അവതരിപ്പിച്ചിട്ട് ഞങ്ങൾ വന്നിട്ട് ഒരു 10 ദിവസം കഴിയുന്നതിന് മുമ്പാണ് പേപ്പറിൽ ഇങ്ങനെ കഥകളിക്ക് പിന്നെ വിദ്യാർത്ഥികൾക്ക് തന്നെ കലാമണ്ഡലത്തിൽ നിന്നും സദനത്തിൽ നിന്നും രണ്ടിൽ നിന്നും പിന്നെ പത്രത്തിൽ കണ്ടു. അത് രണ്ടിലും അദ്ദേഹം നമ്മളൊന്നും ചോദിക്കാതെ തന്നെ അപേക്ഷ അയച്ചു. അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ബന്ധുവെ കൂടെ അയച്ച് ആണ്. ഇവിടുന്ന് ആശാൻ മാത്രമേ പോയിട്ടുള്ളൂ? അല്ല, ഞാനും ഞങ്ങളെല്ലാം 4 പേരും പോയി. 4 പേരും ഇവിടെ പഠിച്ചിരുന്ന 4 പേര്. ആശാൻ മാത്രമേ പക്ഷേ അതിൽ അന്ന് സദനത്തിൽ നിന്ന് എന്നെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ. എന്നിട്ട് അപ്പോൾ കൂടെ ഒന്നാൾക്ക് മറ്റൊരും കിട്ടുമോ എന്നറിയാമോ എന്ന് വെച്ചാൽ ഞങ്ങൾ കലാമണ്ഡലത്തിൽ പോയി. അവിടെ ഗസ്റ്റ് ഹൗസ്, ഇന്നത്തെ എനിക്ക് ആ ഗസ്റ്റ് ഹൗസ് ഉണ്ടോ എന്നറിയില്ല. അവിടെ ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ ഒരു ദിവസം താമസിച്ച് അടുത്ത ദിവസം കലാമണ്ഡലത്തിൽ ഇൻ്റർവ്യൂവിന് പോയി. കലാമണ്ഡലത്തിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു വിവരം അറിയിക്കും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ മടങ്ങി. ഞാൻ സദനത്തിൽ ചേർന്നിട്ട് ഒരു 4 ദിവസം കഴിയുമ്പോൾ കലാമണ്ഡലത്തിനുള്ള പിന്നെ കത്ത് വന്നു, തിരഞ്ഞെടുത്തു. അതിലും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരി. എന്തോ അപ്പോൾ എഴുതുന്ന പറഞ്ഞ എന്താ ബാലാന്നേ വിളിക്കാറുള്ളൂ, എന്താ പിന്നെ കലാമണ്ഡലത്തിൽ ചേരണം. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ചേർന്ന് കഴിഞ്ഞു. അതിനുള്ള അന്നത്തെ കാലത്ത് ഖാദി വസ്ത്രങ്ങളും ബക്കറ്റും ഇതൊക്കെ ആയിട്ട് ആണ് പോണത്. ഇതൊക്കെ ഒരിക്കലും അവിടെ വന്നിട്ട് ഇതൊക്കെ ആദ്യം വേണ്ട. അപ്പോൾ അങ്ങനെ ആശാന് താല്പര്യം തോന്നി. നിശ്ചയം തമ്പുരാൻ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ തേക്കിൻകാട്ടിലെ ആശാൻ്റെയും കുമാരനാരാശൻ്റെയും ഈ പഠിപ്പിക്കുന്നതിലുള്ള ചില വ്യത്യാസങ്ങൾ പറഞ്ഞില്ലേ? അപ്പോൾ ഈ മുദ്രകൾക്കും ഇല്ലെങ്കിൽ ചിട്ടകൾക്കും ചടങ്ങുകൾക്കും തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ആ കാലത്ത് ഇപ്പോൾ രാക്ഷസൻ ഇതാണ്, ഇതില്ല, പിന്നെ അങ്ങനെ ഇപ്പോൾ മുഴുവൻ ഓർമ്മ വയ്ക്കുന്നില്ല. അങ്ങനെ ഓരോരോ ചെറിയ മുദ്രകൾക്കും വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ ചൊല്ലിയാട്ടുന്ന സമയത്താണ് കഷ്ടമഹോ എന്നുള്ളതിൻ്റെ ഇതല്ലോ, കഷ്ടമഹോ കെട്ടിച്ചാടിയിട്ട് ഈ വാക്കിൻ്റെ ഒപ്പമല്ല അതില്ല. മറ്റേത് കഷ്ടമഹോ ആണല്ലോ. ഇത് കഷ്ടമഹോ ധാർത്തരാഷ്ട്രന്മാർ
അങ്ങനെയാണ്. അതാണ് പഴയ സമ്പ്രദായം. അത് പിന്നെ അഹോ എന്നുള്ളിടത്താണ്. അല്ല, അത് പിന്നീട് ഈ രാവണി നാരായണൻ പഠിച്ച ശേഷമുള്ള പരിഷ്കാരത്തിൽപ്പെടുന്നതാണ് ഇത്. ഇത് കഷ്ടമഹോധാർത്തരാഷ്ട്രൻ എന്ന് പറയുമ്പോൾ വാക്കിന് പാട്ടും ഈ മുദ്ര ഒപ്പം വേണം എന്നുള്ള ഒരു നിർബന്ധം. അത് ഇന്നിപ്പോൾ ഈ കഥകളി ഇന്നത്തെ അവസ്ഥയിൽ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ പാട്ടും മുദ്രയും ഇല്ലെങ്കിൽ മുദ്രയും പാട്ടും കൂടി ഒരുമിച്ച് വരുന്ന ഒരു നളചരിതങ്ങളിലൊക്കെ നോക്കിയിട്ട് ഒരുപാട് സ്ഥലത്ത് അത് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഷ്ടമഹോ ഇത് പഴയ സമ്പ്രദായം എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് വേറൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വ്യത്യാസം വരുന്നല്ലേ ആശാന്. പിന്നെ ഈ വ്യത്യാസമുള്ളതൊക്കെ അത് നിർബന്ധിച്ചിട്ട് ആവർത്തനങ്ങൾ കുറച്ചിട്ടും കൂട്ടിയിട്ടും പാട്ടിൻ്റെ ഒപ്പേ മുദ്ര വരാവൂ എന്നുള്ള വളരെ ശാഠ്യം തന്നെയായിരുന്നു കുമാരനാശാൻ. കാര്യം ഈ ഇതിൻ്റെ ശബ്ദമാണ് ഇത്. പറയാന്ന് പറയുമ്പോൾ പറയാന്ന് കഴിഞ്ഞിട്ട് പറയാന്ന് പിന്നെ ശരിയല്ല. കുമാരനാശാൻ്റെ അടുത്ത് 8 വർഷത്തോളം പഠിച്ചിട്ടുണ്ട്. 8 വർഷം വെച്ചാൽ ഈ 3 വർഷം 5 വർഷത്തെ 8 കോഴ്സ് 5 വർഷം പിന്നെ ഇത് ഡിപ്ലോമ. അത് കഴിഞ്ഞ് സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ചിലർ പറഞ്ഞ് കലാമണ്ഡലം കൃഷ്ണദാസാൻ്റെ കയ്യിൽ ആവാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അന്ന് പയ്യന്നൂർ കളിക്ക് വന്നിരുന്നു 3 ദിവസത്തെ കളി. ആ സമയത്ത് ഈ പിന്നെ ഒരു തളിപ്പുറം ഒരു കൃഷ്ണനാരായണ മാഷുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതാ സ്കോളർഷിപ്പ് ഇട്ടിട്ടുണ്ട്, അവിടെ ബാലകൃഷ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയാൻ എന്നോട് ചോദിക്കാതെ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൃഷ്ണദാസ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആശാൻ്റെ കുമാരനാരായണൻ ആശാൻ്റെ കീർത്തനെ പഠിക്കണമെന്ന മോഹം. കുമാരനാരായണൻ അതന്നെ വേണ്ടത്, അതന്നെ വേണ്ടത്. കാരണം ഞാൻ വേനൽക്കാലാവുമ്പോൾ കളിക്കും ഇതൊക്കെ പോയി അവിടെ വെറുതെ ഇങ്ങനെ കാര്യമാവില്ല. പഠിച്ചു പേര് പറയുകയാണെങ്കിൽ വേണ്ടെങ്കിൽ തർക്കമില്ല. മറ്റേത് ഏറ്റവും പറ്റിയത് കുമാരനായർ തന്നെയാണ്. ആ കുമാരനായർ തീരുമാനിച്ചിട്ട് മാറ്റണ്ട എന്ന് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് സമാധാനമായി. പക്ഷേ ആ സമയത്ത് കുമാരനാശാൻ സാധനത്തിന് ലേശം അകന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്കോളർഷിപ്പിൻ്റെ ക്ലാസ് കൊണ്ട് നേരെ സാധനത്തിൽ പോകുന്നതിന് മുമ്പ് വിളിലേക്ക് പോയി എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് എനിക്ക് പഠിക്കണം എന്ന് കണ്ടിന്യൂ എന്ന് മോഹമുണ്ട്. അതിനെന്താ വിഷമം? ഞാൻ ഒരു സാധനത്തിൽ അങ്ങോട്ട് പൊക്കോളൂ. ഞാൻ സാധനത്തിൽ എത്തി പിറ്റേ ദിവസം അതേ വന്നു. പിന്നെ ആ 2 വർഷം ഒരു പരിധി വരെ അവിടെ തന്നെ. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരാഴ്ച മുടക്കൊണ്ട് പറയാൻ ഞാൻ വരണ്ടാവില്ല, ഞാൻ വീട്ടിൽ പോകും. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ കമലതള്ളം പിന്നെ നളചരിതത്തിലെ രംഗങ്ങൾ ഇതൊക്കെ അവിടെ ഇരുന്നിട്ട് ആണ് പിന്നെ അതിനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ 4-ാം ദിവസത്തെ പറ്റി ഒരു ഇതുണ്ടല്ലോ, പിന്നെ എന്താ 20 എന്ന് പറഞ്ഞ ആൾ പിന്നെ ഈ പിന്നെ കോപിച്ച് ദേഷ്യപ്പെടുന്നതിൻ്റെ അർത്ഥം 20 ഉയർവേർ അറവേ നിറവേ കുറവേ വിലവീതം മതി വിലവീതം ദൈവാലൊരു ഗതി. അതുകൊണ്ട് ഇനി നമ്മൾ 20 വിരയിൽ ഉയർവേർ അറവേ എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഒരാളാണ് പിന്നെ പറഞ്ഞത് പിന്നെ ഭൂമാവി അണകനി എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അത് തെറ്റല്ലേ എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ടൊരു പിന്നെ ഇത് പറഞ്ഞതെന്താ വെച്ചാൽ ഉയർവേർ അറവേ എന്ന് പറഞ്ഞിട്ട് ഹർമ്മത്തെ ആലിംഗനം ചെയ്യാൻ പോവാണ്. അപ്പോൾ ദമയന്തി കാണുന്നത് ഈ കറുത്തി ഇരുണ്ട് മുണ്ടൻ ചുക്കിച്ചുളിഞ്ഞ രൂപമാണ്. അതിന് മുമ്പേ പദത്തിൽ പറയുന്നുണ്ട് കാമകൂടി സുഷമം. എപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ്റെ ആകാര സൗഷ്ഠമാണ് ഫസ്റ്റ് നിൽക്കുക. അപ്പോൾ ആ ദമയന്തിയും ഒരു സ്ത്രീ അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ പോലും ഈ രൂപത്തെ അതുപോലെ സ്വീകരിക്കാൻ ദമയന്തിക്ക് സാധിക്കുന്നില്ല. ദമയന്തി പിന്നാക്കം ഈ അങ്ങോട്ട് പോകുമ്പോൾ ദമയന്തി പിന്നാക്കം മാറുകയാണ്. അപ്പോൾ ആണ് പിന്നെ ബാഹുവൻ അല്ലെങ്കിൽ നളൻ ചിന്തിക്കുന്നത് ഇവിടുത്തെ ഇതിനെ കണ്ടിട്ട് തൻ്റെ ഈ രൂപത്തെ പറ്റി പെട്ടെന്ന് ധാരണയില്ല. ഈ കണ്ട സന്തോഷത്തിൽ ആനന്ദ തുന്നിലാണോ ഈ ആനന്ദ തുന്നിലതയിൽ തൻ്റെ സ്വയം രൂപത്തെ പറ്റി അദ്ദേഹം ചിന്തിക്കുന്നില്ല. അപ്പോൾ നളന് സംശയം തോന്നാൻ കാരണം സുധേയൻ്റെ ഈ വാക്കുകൂടി ആ സമയത്താണ് ഓർമ്മ വരുന്നത്. താൻ തനിക്കു നിശാന്ത കൈലിഷു ബാന്ധവം കാന്തനാക്കി നിർവാന്തരം വരിപ്പാൻ തുടങ്ങി തുനിഞ്ഞു സഭാന്തരം. ഈ ഇത് ബ്രാഹ്മണൻ പറഞ്ഞത് ദമയന്തിയുടെ ദൂതനായിട്ടാണല്ലോ ബ്രാഹ്മണൻ വന്നിട്ടുണ്ടാവുക.
അപ്പോൾ ആ ബ്രാഹ്മണൻ ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ സത്യം വല്ലതുണ്ടോ ഇല്ലയെന്ന് ഇത് കഴിഞ്ഞിട്ട് ഇതിനു മുമ്പേ പറയുന്നുണ്ട്. എനിക്കവളെ ശീലം അതിപരിചിതം എനിക്കവൾ ശീലം എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതിനൊരു ചെറിയൊരു സംശയം, ഇതിൽ വല്ല മുഴുവനില്ലെങ്കിലും അല്പമെങ്കിലും അവളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടോ എന്നൊരു ശങ്കയുണ്ട്. ആ ശങ്ക തീരണം. അതുകൊണ്ടാണ് ഈ പിന്നെ ആദ്യം അടുത്ത് പോയ ദമയന്തി അകന്നിട്ട് ആ അകന്ന ദമയന്തി രണ്ടാമത് ആലിംഗനം ചെയ്യാൻ വരുന്നത് ആ പോയി ചിന്താവിലാൽ ഭൂപാലൻ ഭുജകേന്ദ്രവസനം ചാർത്തി സ്വാമി കോപാരമൂർത്തിയ സമയത്താണ് തൻ്റെ ആ സൗന്ദര്യ രൂപം കണ്ടപ്പോഴാണ് പിന്നെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴാണ് കോപാരംഭ കടുക്തി കൊണ്ട് ഈ സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് നേരത്തെ താൻ അങ്ങോട്ട് പോയപ്പോൾ അവൾ അങ്ങ് അകന്നു, അല്ലാണ്ട് അവൾ ഇങ്ങോട്ട് വരുന്നപ്പോൾ ആണ് ഈ പിന്നെ അതാണ് ഇങ്ങനെ കഥകൾ പിന്നെ മുഴുവൻ ഇത് കുമാരനാരായണന്റെ വീട്ടിൽ വെച്ചിട്ടുള്ള എൻ്റെ പഠനങ്ങളിൽ പെട്ടതാണ്. കുമാരനാരായണൻ ഈ കഥകളി ആദ്യകാലത്ത് പഠിച്ചിട്ട് പിന്നെ കുറച്ച് നൃത്തത്തിൻ്റെ ആ മേഖലയിലേക്ക് സഞ്ചരിക്കേണ്ട ഒരു ഘട്ടം വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം അത് കഴിഞ്ഞ് വീണ്ടും കഥകളിയിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ഒരുപാട് പരിഷ്കാരങ്ങൾ നല്ല പരിഷ്കാരങ്ങൾ തന്നെയാണ്. പക്ഷേ ആ പുതിയ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഞങ്ങൾക്കൊന്ന് അറിയാൻ ആഗ്രഹം. അത് ആശാനൊന്ന് പറഞ്ഞുതരും. അദ്ദേഹം കേരളം വിടേണ്ടി വന്ന് തൻ്റെ സാമ്പത്തികം അല്ലെങ്കിൽ ചുറ്റുപാടിൽ കാരണമാണ് വിട്ടത്. പക്ഷേ അത് ഒരു തരത്തിൽ അദ്ദേഹത്തിനും കഥകളിക്കും അനുകൂലവും അനുഗ്രഹമായി ആണ് അനുഭവത്തിന് തെളിഞ്ഞത്. കാരണം അദ്ദേഹം ഭരതനാട്യം, കഥക്ക്, മണിപ്പുരി, അന്നത്തെ 4 ശാസ്ത്രീയ നൃത്തങ്ങൾ കഥകളി കഴിഞ്ഞാൽ 3 അതാണ്. ഇതിനെ പറ്റിയൊക്കെ നല്ല അറിവ് സമ്പാദിച്ചു. ഈ അറിവ് സമ്പാദിച്ചപ്പോൾ കഥകളിയുടെ അത് വെച്ചിട്ട് അദ്ദേഹം മനസ്സ് മുഴുവൻ കഥകളിയിലാണ്, കഥകളി ഇളക്കാണ്. അതുകൊണ്ടാണ് തോടയത്തിൻ്റെ താളത്തെപ്പറ്റി ഇന്ന ആണ്, അല്ലെങ്കിൽ ഈ നടഭേദം, അല്ലെങ്കിൽ പിന്നെ ഗതിഭേദം എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കഥകളിയുള്ളതാണ്. നമ്മുടെ ആശാമാർ പറയാറില്ല എന്താ തിശ്ര നടയാണോ അല്ലെങ്കിൽ ഖണ്ഡ നടയാണോ എന്നൊന്നും നിത്താധികതത്തെ എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് പറയാറില്ല. തക്കിടതകി എന്നൊന്നും പറയാറില്ല. ധിത്തത്ത ഇതൊന്നും നമുക്ക് പറഞ്ഞു ധിത്തത്ത ധിത്താധികതത്തെ ഇതൊക്കെ കഥകളിലുള്ളതാണ്. ഇതൊക്കെ ഈ 5 നടകളാണ് ഇത് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചതും അത് പിന്നെ കാരണം ഈ മറ്റുള്ള മേഖലയിൽ സഞ്ചരിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് തന്നെയല്ല ഈ അഭിനയ സങ്കേതങ്ങളിൽ എങ്ങനെ നമുക്ക് ഈ നാടകീയത കൊണ്ടുവരുത്താം, കഥകളുടെ വ്യക്തിത്വം അതിൻ്റെ താത്വികമായ കാര്യങ്ങൾക്ക് കേടുവരുത്താതെ എങ്ങനെയൊക്കെ അത് പ്രയോഗിക്കാം എന്നൊക്കെയുള്ള പരീക്ഷണങ്ങൾ അദ്ദേഹം സാധിച്ചത് ഈ പിന്നെ മറ്റുള്ള കലാരൂപങ്ങളെ കണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം ഭ്രമിച്ച് അതിലേക്ക് പോയില്ല. അതിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിച്ച് നിന്നാണ് ഇപ്പോൾ ഈ അഷ്ടകാശം. ആ ഒരു അഷ്ടകാശമല്ല, അദ്ദേഹത്തിൻ്റെ പല അഷ്ടകാശമുണ്ട്. ഇപ്പോൾ സംഗീതത്തിന് നമ്മൾ പിന്നെ മൃദംഗം പാട്ടിൻ്റെ കണക്കായിട്ട് പിന്നെ അവിടെ ഇടം കാണിച്ച് അങ്ങനെ അഷ്ടകാശമുണ്ട്. താ താ കീടത്തക്കി താ. അത് ശരി. പക്ഷെ അത് പ്രയോഗത്തിൽ നമ്മൾ ധാരാളം അദ്ദേഹം ചെയ്തിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ അത് ശരി. ഇപ്പോൾ അത് കർണാടക സംഗീതമോ അല്ലെങ്കിൽ അതിൽ നിന്നാണോ ഇത് നമ്മൾക്ക് അങ്ങനെ ഈ ഇടത്തിൽ അവസാനിക്കുന്ന പരിപാടി നോക്കില്ലല്ലോ. അങ്ങനെ പിന്നെ അടുത്തത് താ താ കിടത്തക്കി താ തക്കിട കിടത്തക്കി താ അനിലസുധൻ. അപ്പം അതിൻ്റെ ആ ഗ്യാപ്പിൽ പാടുമോ? ഇത് ഈ ഇവിടുന്ന് നിങ്ങൾ പാടണമെങ്കിലേ പാടുള്ളൂ. പാടുന്നു. അവിടെ വരെ അവിടെ അവിടെ വരെ എത്തിക്കും. അതായത് അതെ. ഇപ്പൊ മുക്കാലിടത്തുനിന്ന് ഒരു തന്യാവ് പിന്നെ കീർത്തനം തുടങ്ങി തന്യാവർത്തനം നടക്കുമ്പോൾ ആ മുക്കാലിടത്തിൽ അവസാനിക്കുന്നത് പോലെ ചെയ്യുന്നത് വരുന്നത്. അങ്ങനെ ഒരു അഷ്ടകാശം അദ്ദേഹം ചെയ്യാറുണ്ട്. എന്നെ കൂടെ ജയിച്ചിട്ടുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട്. ഇതൊക്കെ സദനത്തിൽ അദ്ദേഹം സദനത്തിൽ എത്തുമ്പോൾ ഇത് മാത്രമേ ഇപ്പൊ നടപ്പുള്ള അഷ്ടകാശം. അത് പിന്നെ ഡൽഹിയിൽ പോയ സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇതുണ്ട് അടന്തയിൽ പിന്നെ ഉത്ഭവത്തിൽ അടന്തയിൽ അഷ്ടകലാശം ജയിച്ചിട്ടുണ്ട്. വിക്രം
അത് മാറിപ്പോയി. അങ്ങനെ പിന്നെ ഉത്ഭവത്തിൽ അതിൽ രാവണൻ ചെയ്തിരുന്നു. രാവണൻ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അദ്ദേഹത്തിന് നാരദൻ്റെ കൂടെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ശരി. അപ്പോൾ പഞ്ചായത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ എല്ലാ താളത്തിലും അദ്ദേഹം അഷ്ടകലാശങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ അല്ല, അതിന് അഷ്ടകലാശം എന്നുള്ള പേര് കൊടുക്കാൻ കാരണം ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ചെമ്പയിലുള്ള അഷ്ടകലാശത്തിന് 8 അഷ്ടകലാശം എന്ന് പറയാൻ കാരണം ഈ ആശാൻ പറയണത് താ കിടത്തേക്ക് അഷ്ടകലാശമാണ്. ത കിടത്തേക്ക് തക്കിട കിടതീത കൂതി കൂത്ത കൂട്ട് തക്കിട കിടതീത 8 കഷ്ണമാണ് അഷ്ടകലാശം. അത് നമുക്ക് എങ്ങനെ വേണം ചെയ്യാമെന്ന് അന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ ആദ്യം ത കിടതീത 4, തക്കിട 3, കിടതീത 2, കുതി 1.5, കുത 1.5, വീണ്ടും കിടതീത 2, തക്കിട 3, കിടതീത 4, 4, 3, 2, 2, 1.5, 1.5, 2, 3, 4 ഇങ്ങനെ ഒരു ചിത്രമാണ് കണ്ടുപിടുത്താണ്. ഡമരു അല്ല ഈ എതിയൊക്കെ ഏതാ പറഞ്ഞത്. നമ്മൾക്കിപ്പോൾ ഇത് ഈ കഥകളിയിലുള്ളതാണ്. ഇത് അദ്ദേഹം പുതിയ കൊണ്ടുവന്നല്ല, കഥകളിയിലുള്ളതാണ്. നമുക്ക് ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു എതിയാണ്. ഇങ്ങനെ എതി ദിത്തിത്തെ ഇതൊക്കെ ഇതിനൊക്കെ എതി ഉണ്ട് എന്ന് ഉണ്ട് വ്യക്തമാണ്. പക്ഷെ നമ്മൾ അതൊക്കെ എതിയാണെന്ന് നമുക്ക് ഈ പുറമെ പോയിട്ട് ഭരതനാട്യത്തിലോ അല്ലെങ്കിൽ പോയി കണ്ടുപിടിച്ചപ്പോൾ അത് ഇതിലേക്ക് നമ്മുടെ ആചാര്യന്മാർക്ക് ഇതിന്റെ പേരറിയാതെ ഇങ്ങനൊരു സംഭവം ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആചാര്യന്മാർ പിന്നെ മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ നമ്മൾ പൂർവ്വ ആചാര്യന്മാരെ ഒരു ഡാൻസുകാരും പഠിച്ചിട്ടില്ല എന്ന് ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. ഞാൻ മറ്റുള്ളവരൊക്കെ ഇടപെടുന്നില്ല. അവർ വലിയ ഇൻ്റലിജൻ്റ് ആയിട്ട് കഥക്കിൻ്റെ ഇതൊക്കെ ചെയ്യുന്നില്ലേ. അവരുടെ അടുത്തൊക്കെ പോയാൽ പിന്നെ ഈ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി പറയില്ല. ഒരു ചെറിയ അനുഭവം ഇതിൻ്റെ അടുത്ത് പറയാം. ഒരു തവണ ബ്രിജ് മഹാരാജ് ഒരു നൃത്തം സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞിങ്ങനെ ലീലാ സാംസൺ, പിന്നെ ഇയാൾ കുച്ചിപ്പുടി രാജാ റെഡ്ഡി, ഇങ്ങനെ എല്ലാ മിക്കവരും ഏവന്മാരുള്ള സമയത്താണ്. അപ്പോൾ വന്നപ്പോൾ 5 നടയിലും ഓരോ ഈ 5 പേർക്ക് 5 നടയിൽ ഓരോന്ന് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കീർണത്തിന് ഒരാളും ചെയ്യാറില്ല. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തെ നമ്മോട് ചോദിക്കാമെന്ന് നിർത്തിയില്ല. കഥകൾ അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നോക്കാം. ജിത്തത്തെ അത് 3 കൂടി ചെയ്ത് ഞാൻ സങ്കീർണം. കഥകളിയിൽ സങ്കീർണമൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞു കഥകളിൽ സങ്കീർണം അല്ല, പക്ഷേ ഇതൊക്കെ കഥകളിയിലുള്ളതാണ്. ഈ പേരിലല്ല അറിയപ്പെടുക. അല്ല, പേര് പറയാറില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കുമാരനാരാശാൻ, തേക്കിൻകാട്ടിലാശാൻ, പിന്നെ പട്ടിക്കാന്തോടി രാമൻ, ഇവരൊക്കെ പാടെ ഉള്ള ഒരു വേദി, ഒരരങ്ങ് ആശാൻ്റെ മനസ്സിലുണ്ട്? ഭാവനയിലുണ്ട്, പക്ഷേ ഞാൻ കാണാൻ സാധിച്ചിട്ടില്ല. അല്ല, ഞാൻ കഥകളിക്ക് സദനത്തിൻ്റെ മുമ്പേ രാവണിമോഹൻ ആശാൻ പിന്നെ സദനത്തിൽ പഠിച്ചു കഴിഞ്ഞ് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഡൽഹിയിൽ സെൻറ്ററിൽ, കഥകളി സെൻറ്ററിൽ ഒരുപാട് വർഷം പ്രധാന അധ്യാപകനായും ഒരുപാട് അവിടെ കുട്ടികളെ പഠിപ്പിച്ചും ആ മേഖലയിൽ ഡൽഹിയിൽ കഥകളി അറിയിച്ചതിൽ ഒരു മുഖ്യ പങ്ക് ആശാനുണ്ട്, സദനം ബാലകൃഷ്ണ ആശാനുണ്ട് എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അറിവ്. അപ്പോൾ ആ ഡൽഹിയിലുണ്ടായിരുന്ന കഥകളി ജീവിതത്തിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ സദനത്തിലെ കോഴ്സിൻ്റെ അവസാന കാലമാകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹിന്ദി പഠിച്ചിരുന്നു അതിന് മുമ്പേ, കുറച്ച് സ്കൂളിൽ ഹിന്ദി പഠിച്ചിരുന്നു, പിന്നെ ഇത് 1-2 പ്രാഥമിക വിശാരത കഴിഞ്ഞത്. അപ്പോൾ ആശാൻ പറഞ്ഞു, അതെന്താ കണ്ടിന്യൂ തുടർന്നുകൂടെ? ഞാൻ പറഞ്ഞു ഇവിടെ അതൊക്കെ ഞാൻ ആളെ ആക്കാം. അങ്ങനെ പിന്നെ ഇതാ നമ്പ്യാർ മാഷ് അദ്ദേഹം ഇവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, പിന്നെ ആ കുട്ടി വരും, അവൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം, ഹിന്ദി പറഞ്ഞു കൊടുക്കാം. എന്തിനാണെന്ന് എനിക്ക് അന്നും അറിയില്ല, അദ്ദേഹം ഇത് കണ്ടോന്നും അറിയില്ല. ഞാൻ അവിടെ പോയി പഠിച്ചു. ഹിന്ദി പ്രവീൺ പാസ്സായി. അതായത് MA-ക്ക് തുല്യം ഹിന്ദിയുടെ ഒരു കോഴ്സ് പിന്നെ പരീക്ഷയിൽ പാസ്സായി. ആ പരീക്ഷ ആവശ്യമുണ്ടോ എന്നറിയില്ല. ആ പരീക്ഷയ്ക്ക് അവസാനത്തെ ഇത് ഞാൻ കേളകത്ത്, കൊട്ടിയൂർ കേളകത്ത് കളിയാണ്, രാജസൂയാണ്. ശിശുപാലൻ വേഷം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 10 മണിക്ക് എനിക്ക് ഒറ്റപ്പാലത്താണ് ഇതിൻ്റെ ഹിന്ദിയുടെ വൈവ. ആ കളി കഴിഞ്ഞ് അന്ന് ഏതൊക്കെയോ ബസ് പിടിച്ച് അവിടെ ചെന്നപ്പോൾ 11 മണി. പരീക്ഷ കഴിഞ്ഞിട്ട്
പിന്നെ ആളെ പുറത്തേക്കണം. അപ്പോഴാണ് ഞാൻ മുഖം തുടച്ചൊരു തന്നെയുള്ളൂ, വേറെ ഒന്നും ഇല്ലാണ്ടാക്കി ചെന്ന് എന്താ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം. അപ്പോൾ കഥകളി നേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു താല്പര്യം. എന്നാ ഇരിക്കുമോ. അന്ന് ചോദ്യം മിക്കവാറും ഈ അഭിനയത്തെ പറ്റി, നാട്യത്തെ പറ്റി, ബാക്കി ഹിന്ദിയുടെ ഇതിനെപ്പറ്റിയുള്ള വൈവയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല മാർക്കോട് പാസ്സാവാൻ സാധിച്ചു. അതിസാഹസമാണ്. അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് അന്നത്തെ കാലത്ത് ഒറ്റപ്പാലത്ത് ഞാൻ പിന്നെ ബസ് പിടിച്ച് എത്താന്ന് പറയാൻ സാധ്യതയില്ല. പക്ഷേ സാധിച്ചു, പരീക്ഷ പാസ്സായി. അപ്പോൾ ആ ഹിന്ദി എന്നെ എന്തിനാണ് അദ്ദേഹം നിർബന്ധിച്ച് പഠിപ്പിച്ചതെന്ന് അറിയില്ല. ഞാൻ ഹിന്ദി ഡൽഹി പോകണമെന്ന്. ഡൽഹിയിൽ പോകാനുണ്ടായ ഒരു സാഹചര്യം, ഡൽഹിയിൽ പോകാനുണ്ടായ സാഹചര്യം സദനത്തിൽ ആകെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. സ്റ്റാഫ് സമരവും ഇതൊക്കെ ആയിട്ട് പൂട്ടിക്കിടക്കുന്ന സമയമാണ്. പിന്നെ എന്താ കോഴ്സ് കഴിഞ്ഞിട്ട് സ്കോളർഷിപ്പും കഴിഞ്ഞു. അവിടെ 3 വർഷം അധ്യാപകനായിട്ട് ജോലി, ഹരിയും ഇവരൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാം നെറ്റിപ്പറ്റിയുടെയൊക്കെ അതൊക്കെ ഞാൻ അവിടെ അധ്യാപകനാണ്. അപ്പോൾ ആശാൻ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. അങ്ങനെ വന്നിട്ടെങ്കിലും ഉത്തരവാദിത്വം മുഴുവൻ എനിക്ക് തന്നെയായിരുന്നു. അങ്ങനെ അതും പിന്നെ ഇത് പറയാൻ അവന് ഫാമിലിയുടെ കാര്യം പറയാൻ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി. അപ്പോൾ പിന്നെ ഒരു വരുമാനമില്ല, എങ്ങനെ ജീവിക്കുന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്. ഏത് വർഷമായിരുന്നു ഡൽഹി പോകുന്നതിന് മുമ്പ് 73 പിന്നെ ഞങ്ങളല്ല തളിപ്പറമ്പ് ഒരു ട്രൂപ്പ്, കഥകളി ട്രൂപ്പ് മണ്ഡലകാലത്ത് പിന്നെ ഡൽഹി അല്ല ബോംബെക്ക്. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ വിഷുക്കാലത്ത് ഡൽഹി സനസെറ്റിൻ്റെ കൂടെ 2 കളിക്ക് പോയി. ഇന്ന് അയ്യപ്പ ക്ഷേത്രമുണ്ട്. അന്ന് ഈ അയ്യപ്പ ക്ഷേത്രം ഒരു കുടിലിൽ പോലെ അതിൽ ഫോട്ടോ വെച്ചിട്ട് പോയിക്കുന്നത്. അതിൻ്റെ വാർഷികത്തിന് കളിക്ക് പോയി, കല്യാണ സൗന്ദര്യം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെ കൻ്റോൺമെൻറ്റിൽ VK കൃഷ്ണമേനോന് ആവശ്യപ്പെട്ടൊരു കിരാതും. ഈ 2 കളിയും കഴിഞ്ഞ ശേഷം ഞങ്ങൾ മടങ്ങാൻ നിൽക്കുമ്പോൾ ദൂരദർശൻ എൻ്റെ ഒരു കളിയും കൂടി ഉണ്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ താമസിക്കാനുള്ള സൗകര്യം ചോദിച്ചപ്പോൾ ഈ കഥകളി സെൻ്ററിൻ്റെ അന്നത്തെ സെക്രട്ടറി പറഞ്ഞു, പിന്നെ ഇവിടെ ആരുമില്ല, പൂട്ടിയുടെ 1.5 വർഷമായി ആരുമില്ല, ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയി താമസിക്കുമ്പോൾ അദ്ദേഹം ആളെ പറഞ്ഞയച്ചു, ഒന്ന് ബാലകൃഷ്ണനോടൊന്ന് വരാൻ പറയുമെന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ തയ്യാറായി. ഞാൻ തയ്യാറാകുമ്പോൾ അദ്ദേഹം കാര്യം കൊണ്ട് വന്നു. പോയി അദ്ദേഹം പറഞ്ഞു, ഇത് പൂട്ടിക്കിടക്കുകയാണ് കഥകളി സെൻ്റർ, ഇത് 2ാമത് റിവൈവ് ചെയ്യുന്നുണ്ട്, ബാലകൃഷ്ണൻ വരികയെന്ന് വെച്ചാൽ വളരെ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു ഞാനൊന്നും തീരുമാനിച്ചിരുന്നില്ല. ഇപ്പം തീരുമാനിക്കേണ്ട, ഞാൻ തയ്യാറായാൽ വിവരം പറയാം. അങ്ങനെ പിന്നെ ഞാൻ പോയി നാട്ടിലെത്തുകയും ചെയ്തു. പിറ്റേത്തെ മണ്ടക്കാലത്താണ് ഈ പിന്നെ ഞാൻ ബോംബെയിൽ ഒരു 1.5 മാസത്തെ ടൂറിന് പോയി. ഈ മണ്ഡലം മുഴുവൻ ആണ്, പക്ഷേ മുഴുവൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതിനിടയിൽ ശിവസേനക്കാരുടെ പിന്നെ ബഹളം കാരണം ഞങ്ങൾ ജീവനും കൊണ്ട് ഓടുകയും കളി മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. എല്ലാ കളിയും നമ്മൾ ചെയ്തില്ല, പകുതി പോലും ആയില്ല. അതിനുമ്പ് ഞങ്ങൾ നാട്ടിൽ പോരുന്നതിന് എൻ്റെ വീട്ടിൽ നിന്ന് ഈ പിന്നെ ഡൽഹി എന്നുള്ള എഴുത്ത് പിന്നെ വീട്ടിൽ വന്ന് കിടക്കണ്ട അല്ല ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഒരു ബന്ധു ബോംബെയിലുണ്ട്, ഇവരുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ കൊടുത്തയച്ചു. അവിടെ നിന്ന് ഇത് കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പറ്റില്ല, കാരണം 1.5 മാസം കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് പകുതി ആക്കിയിട്ട് വന്നപ്പോൾ അതിന് സൗകര്യപ്പെട്ടു. അങ്ങനെ ജനുവരി ആ മാസം ആ മണ്ഡലം ജനുവരി 9-ാം തീയതി ഞാൻ പിന്നെ രാജഗോപാലൻ ഞാൻ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ടിരുന്നതല്ല. ഈ ചൊട്ടി പിന്നെ കുഞ്ഞികൃഷ്ണൻ പിന്നെ ശങ്കരവാര്യരെ വീട്ടിൽ പോയി വിളിച്ചതാണ്. പക്ഷേ അയാൾക്ക് അവിടെ വീട്ടിലുണ്ടായിരുന്നില്ല, ഭാഗ്യത. അതുകൊണ്ടായിരുന്നു നാട്ടിലായി. പിന്നെ ഉണ്ണീഷൻ അവിടെ നിന്ന് മടങ്ങി പോകുന്ന ആളാണ്. അങ്ങനെ അതിനും പിന്നെ ഒരു രവിവാര്യർ ഇങ്ങനെ പിന്നെ കൂടി ഞങ്ങൾ ബാലകൃഷ്ണാശാൻ തന്നെ ഏർപ്പാട് ചെയ്ത് കൊണ്ടുപോവാണ്, ഒരു ട്രൂപ്പായിട്ട് കൊണ്ടുപോവാണ്. ഉണ്ണീഷൻ ഇവിടെ ഉള്ള ആളാണ്, ഉണ്ടായിരുന്ന ആൾ പണി നാട്ടിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ 9 പേര് ആണ് അന്ന് പോയത്. പിന്നെ അന്ന് 3 ദിവസം വേണം പിന്നെ ട്രെയിനിൽ ഇവിടുന്ന് പോയി പിന്നെ ചെന്നൈ മദ്രാസിൽ പോയി അവിടെ അന്ന് താമസിച്ച് വൈകുന്നേരത്തെ ട്രെയിനിൽ പോയി 2.5 ദിവസം ആയിട്ട് അങ്ങനെ 3-3.5 ദിവസം കൊണ്ടേ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ 9-ാം തീയതി പോയി 12-ാം തീയതി ആണ് അവിടെ എത്തിയത്, ഡൽഹിയിലെത്തിയത്.
അപ്പോൾ അങ്ങനെ ആ ഡൽഹിയിൽ അങ്ങനെ വീണ്ടും ആ സെൻറ്റർ പൂട്ടിക്കിടന്ന സെൻറ്റർ പിന്നെ അവിടെ ഈ മലയാളി അസോസിയേഷനെ സഹായം വിളിച്ചിട്ട് അവരുടെ സപ്പോർട്ട് കൂടി. കാരണം അതിന് കുറേ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ബാധ്യതയൊക്കെ അവരിൽ നിന്നുള്ള ഡൊണേഷനും കടവും ഒക്കെ എടുത്തിട്ട് അത് ഒരു അന്നത്തെ കണക്കിന് ഒരു 80,000 രൂപ കടം ഉണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ കണക്ക് നോക്കി 50 ലക്ഷം കോടിയാവും. അങ്ങനെ ഉള്ള നിൽക്കലാണ് അദ്ദേഹം. ഇത് നമ്മളോട് പറഞ്ഞിട്ടില്ല. അന്ന് 74 ജനുവരി 12 ഞങ്ങൾ അയച്ചത്. അന്ന് 300 രൂപയാണ് എനിക്ക് ശമ്പളം 74 ജനുവരിയിൽ. ഉണ്ണീഷന് പഴയ ഇത് വെച്ചിട്ട് 225, മറ്റുള്ളവർക്ക് 200 രൂപ ഭക്ഷണം താമസം ഡൽഹിക്ക് ഉള്ളത്. അങ്ങനെയാണ് തുടങ്ങിയത്. വിദ്യാർത്ഥികളുമില്ല. സ്ഥാപനത്തെ പറ്റി ഈ കടം മാത്രമല്ല മറ്റു പല ബാധ്യതകളും ഉണ്ടായിരുന്നു. ആ ബാധ്യതകൾ ഒക്കെ അത് അധ്യാപകന്മാർ സമയത്ത് ക്ലാസ്സിന് പോവില്ല, ഫീസിന് വാങ്ങിയിട്ട് സ്ഥാപനത്തിൽ അടക്കില്ല. പിന്നെ എന്താ പറയുക, വേണ്ടാത്ത ചില റിലേഷൻസ് അതൊക്കെ പത്രങ്ങളിൽ ഇങ്ങനെ അന്ന് വന്നിരുന്നു. അപ്പോൾ അതും നമ്മളെ അറിയില്ല. അവിടെ ചെന്നപ്പോഴാണ് ഇതൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം സദനത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറച്ച് ശീലിച്ചുള്ളതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ എന്താ വെച്ചാൽ, ഇന്ന് മാത്രമല്ല ഇതിൻ്റെ ഭാരവാഹികളായിരുന്നവർ ഇതിനെതിരായിട്ട് വേറെ സ്ഥാപനം തുടങ്ങി കഥകളി കലാജോലി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോയ നന്ദകുമാരൻ, രാമകൃഷ്ണൻ, VP രാമകൃഷ്ണൻ നായർ, ഇവരൊക്കെ വിളിച്ചു വരുന്നത് ക്ലാസ്സും തുടങ്ങി ഇതിനെതിരായിട്ട്. ഇന്ന് മാത്രമല്ല ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്തു. അതും വലിയ വലിയ TMB നിറങ്ങാടി ഇങ്ങനെയുള്ള അന്നത്തെ ഡൽഹിയിലെ പ്രമുഖന്മാരൊക്കെയാണ് അപ്പുറത്തുണ്ടായിരുന്നത്. അങ്ങനെ ഇതിൻ്റെ സാമ്പത്തിക ക്ലാസ്സും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ നമ്മളെ ചെന്ന് വിട്ടു. ആദ്യം പോയപ്പോൾ സെക്രട്ടറി 2 മക്കളും വേറെ 2 കുട്ടികളുമാണ് ക്ലാസ് ഉണ്ടായിരുന്നു. ആ 4 കുട്ടികളെ കൊണ്ട് തുടങ്ങിയിട്ട് മെല്ലെ സാവധാനത്തിൽ അത് ഈ ബഹളമൊന്നും ഞാൻ അറിയുന്നില്ല, അറിയില്ല. അതിന് ഞാനൊന്നും പ്രതികരിക്കാൻ ഇപ്പോൾ ചെല്ലുന്നൊക്കെ നിങ്ങളെന്തിനാണ് അവിടെ ക്ലാസ്സിന് പോകണം, നിങ്ങൾ അവിടെ ശമ്പളം തരുമോ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു ഏതായാലും പോകുന്നുണ്ട്. ഇങ്ങനെ അവരെന്ത് ചോദിച്ചാലും അങ്ങനെ വളർത്തി അങ്ങനെ ആ 4 കുട്ടികളിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി നടക്കാറാകുമ്പോൾ ഒരു 8-10 കുട്ടികൾ കൊണ്ട് അപ്പോൾ 8-10 കുട്ടികൾ കൊണ്ട് അവർ ചില സാരിയോ അങ്ങനെയൊക്കെ പറ്റില്ല. അപ്പോൾ കുട്ടികളെ യൂണിവേഴ്സിറ്റി പറയാൻ പറ്റില്ല. ആശാന്മാരും വേഷം കെട്ടിയിട്ട് ഹിരണ്യകശിപുവും നരസിംഹനൊക്കെ നമ്മൾ പ്രഹ്ലാദൻ കുട്ടികളെ കൊണ്ട് അങ്ങനെയൊക്കെ കേട്ട് ആദ്യത്തെ പേരിന് രുക്മിണി സമയത്തിലെ കൃഷ്ണനും ഇത് രുക്മിണി അങ്ങനെ ആയിട്ട് ഒരു പേരിന് ഒരു യൂണിവേഴ്സിറ്റി നടത്തി. കൊല്ലാകുമ്പോഴേക്കും ആ ഇതിനായിട്ടൊരു സ്ഥാപനം എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ആനിവേഴ്സറിക്കായിരുന്നു പത്മനാഭരാശാൻ, കുമാരനാശാൻ, ഷാരടി വാസു, കൃഷ്ണൻകുട്ടി, ഇങ്ങനെ കുറേ പേര് നാട്ടിൽ നിന്ന് ഉണ്ണീഷ് പ്രധാൻ, പാട്ട് അങ്ങനെ മന്നാരാശാൻ, ചണ്ടി, ഇതൊക്കെ ആയിട്ടുള്ളൊരു 3 ദിവസത്തെ ഫെസ്റ്റിവൽ ഇതിനെതിരായിട്ടുള്ള അവരുടെ വാർഷികം. അവിടെ എന്താ ഞങ്ങൾ ആശാന്മാർ വന്നിട്ട് കളി കാണാൻ ഞങ്ങൾ ചെല്ലുമല്ലോ. ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങോട്ട് ആരും വരാൻ പാടില്ല, വരാൻ പാടില്ല. ഞങ്ങൾ അണിയറയിലേക്ക് അടുക്കാൻ പോകുന്ന ഞങ്ങൾ മടങ്ങി വരുന്നത് കുമാരനാശാൻ കാണുന്നുണ്ട്. അദ്ദേഹം വന്ന് വാല്യവിജയാണ്, പത്മനാഭരാശാൻ്റെയും കുമാരനാശാൻ കൂടെ വാല്യവിജയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് മുമ്പിൽ കണ്ട ഒരു ആശയം പറഞ്ഞു വെച്ചാൽ കുറേ വലിയ കളി കണ്ടിട്ട് പോന്നു. അങ്ങനെ 3 ദിവസത്തെ കഥകളി കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇവരുടെ കൂടെ പോകേണ്ട അദ്ദേഹം പറഞ്ഞു ഈ കണ്ടോണ്ട് ബാലകൃഷ്ണൻ ഒന്ന് വരാൻ പറയും, അവിടെ താമസത്തിൽ വരാൻ പറയുമെന്ന് പറഞ്ഞു. ഞാൻ കേട്ടോ വെച്ചത് വേറൊന്നുമല്ല, എനിക്കൊന്ന് കാശിയും ഗയയൊന്ന് പോകണമെന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ സെക്രട്ടറി അയാളുടെ ബന്ധു ഏട്ടനുണ്ട് കാശിയിൽ, അയാളുടെ ഏർപ്പാട് ചെയ്തിട്ട് അപ്പോൾ ഞാനും കൂടെ വരാം. വേണ്ട, ടിക്കറ്റും ഒക്കെ ഇല്ലേ, അവിടെ സൗകര്യമുണ്ട്. ആശാൻ ഈ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ആദ്യം സമീപിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ കഥ സെറ്റപ്പ് ചെയ്യാൻ ഉണ്ട്, നിന്നാ തിരക്കില്ല,
പക്ഷേ ഞാൻ ഒന്നും ഒരുങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഒന്നും ഒരുങ്ങണ്ട, ഒക്കെ നമ്മൾ ആയിക്കോളാം. അങ്ങനെ പഴശ്ശിരാജ എന്നുള്ള പുതിയ കഥ. ഇത് ഏത് വർഷമായിരുന്നു പക്ഷേ? 75 നവംബർ. ഞാൻ ഒരു ഒന്നര വർഷം, ഏകദേശം 2 വർഷത്തിൻ്റെ വ്യത്യാസമാണ്. അതിൻ്റെ തയ്യാറാക്കാൻ വേണ്ടി 2 മാസം അവിടെ നിന്നിട്ട് കഥ നേരെയായില്ല, കളി നേരെയായില്ല, അതൊരു കാര്യം പറയാം. ആദ്യം കാരണം ഈ കഥ സദനത്തിൽ കൊണ്ടുവന്നതാണ്, അവിടുന്ന് പറ്റില്ല എന്ന് പറഞ്ഞ ആശാൻ തന്നെ മടക്കിയതാണ്. അവിടെ പിന്നെ അവർ ഏറ്റെടുത്തുകൊണ്ട് പിന്നെ ചെയ്തു മാത്രം. പഴശ്ശിരാജയുടെ കഥയിൽ പഴശ്ശിരാജ അത് അവതരിപ്പിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇവരാരും ഇല്ലാണ്ട് ഞാൻ ആദ്യം ഒറ്റയ്ക്ക് ഞാൻ പോയി പറഞ്ഞു, അങ്ങനെ ഇവിടെ പുതുതായി ഇറങ്ങിയത് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറ്റിയാൽ സന്തോഷമാണ്. അങ്ങനെയാണ് അപ്പോൾ വേണ്ടത്. നമ്മൾ നേരിട്ട് പോയി പറഞ്ഞപ്പോൾ അദ്ദേഹം വയ്യാന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ദിവസം നോക്കാം. അങ്ങനെ 5 വർഷം കുമാരനാശൻ അവിടെ ഉണ്ടായി. ഡൽഹിയിലെ സ്ഥാപനത്തിൻ്റെ എൻ്റെ മാത്രമല്ല ഇത് കാരണം ഞാൻ പറയണം. അതാണ് അദ്ദേഹം 5 വർഷം അദ്ദേഹത്തിൻ്റെ സേവനം വെച്ചാൽ പേരിന് ഒരു ഉണ്ട്, അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വെറും പേരല്ലല്ലോ. അപ്പോൾ ഈ 5 വർഷം ദിവസം ഞാൻ രാവിലെ ചൊല്ലായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതാണ് ഏറ്റവും വലിയ കാര്യം. അവിടെ നിന്ന് കിട്ടി പറഞ്ഞത് കീഴിൽ. പിന്നെ ഇന്ന് മാത്രമല്ല, ഈ സ്ഥിരം കഥ നമ്മുടെ അഭ്യാസ സമ്പ്രദായത്തിൽ അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അവരോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഈ കുട്ടികൾ മലയാളികളില്ലാത്ത കുട്ടികളുണ്ടാവും, പിന്നെ കഥകളിയോ അറിയാത്ത കുട്ടികളുണ്ടാവും. അവരോടൊക്കെ എങ്ങനെ സമീപിക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അത് കൃത്യമായിട്ട് ഇത്. അതേപോലെ തന്നെ ഇപ്പോൾ ഓരോ ദിക്കിലെ കഥകളെ അവതരിപ്പിക്കാൻ 1/2 മണിക്കൂറിനും 1 മണിക്കൂറിനും 3/4 മണിക്കൂറിനും 2 മണിക്കൂർ എഡിറ്റ് ചെയ്യാൻ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യണം, അതിൻ്റെ ഒരു നല്ലൊരു പാഠം അദ്ദേഹത്തിന്. അതിനൊരു ചെറിയ ഉദാഹരണം പ്ലാറ്റ കോൺഫറൻസ്, ഇൻ്റർനാഷണൽ കോൺഫറൻസാണ്. അവിടെ കാലകവധാനം അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അർജുൻ്റെ പൂരം മുതൽ പിന്നെ കാലകൻ തുറന്നു നോക്കുമ്പോൾ നന്ദീശ്വരൻ അടക്കമുള്ള അത് കൂടി 1/2 മണിക്കൂറാണ് അനുവദിച്ചുള്ള സമയം. അദ്ദേഹം കൃത്യം 1/2 മണിക്കൂർ എഡിറ്റ് ചെയ്തിട്ട് അത് തയ്യാറാക്കിയിട്ട് അവതരിപ്പിച്ചു. അന്ന് ഡൽഹിയിൽ കഥകളിക്ക് 500 രൂപയാണ് ഒരു ഫുൾ 3.5 മണിക്കൂർ. അന്ന് അവിടുത്തെ ഫുൾ 3.5 മണിക്കൂറിന് 500 രൂപയാണ്. ഇതിന് 1/2 മണിക്കൂറിന് 5000 രൂപയാണ്. അപ്പോൾ ആശാൻ തമാശയിൽ പറഞ്ഞു, നോക്കിക്കോളൂ, സമയം കുറച്ചാൽ പൈസ കൂടുതൽ കിട്ടും. അതിൻ്റെ അർത്ഥം ഇതാണ്, അവിടുത്തെ ആവശ്യത്തിന് നമുക്ക് കൃത്യമാക്കാൻ സാധിക്കണം. അവർക്ക് എന്താ വേണ്ടത് അത് നമ്മൾ തയ്യാറാണോ? ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ നാട്ടിലെ പഠിത്തം കൂടാതെ ഡൽഹിക്ക് വേണ്ടിയുള്ള ഒരു പുതിയ പഠിത്തം വീണ്ടും സാധിച്ചു. അതാണ് പിന്നെ ഞാൻ കുമാരനാശൻ കോട്ടയം കഥകളും പിന്നെ ഈ നളചരിതം പോലുള്ള കഥകളും തമ്പി കഥകളും എല്ലാം ആശാനെ ചൊല്ലിയടിപ്പിച്ചത് ഈ സദനത്തിൽ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഈ വർഷക്കാലത്ത് മിക്കവാറും കോട്ടയം കഥകളും ബാലിവിദ്യയും അല്ലെങ്കിൽ സുഭദ്രാഹരണവും ഇങ്ങനെയുള്ള കഥകൾ തന്നെയാണ് പ്രധാനമായി ഉണ്ടാവുക. ഈ ഓണം മുതൽ ഉള്ള കാലത്താകുമ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളും കുറച്ചധികം മറ്റു ഇപ്പോൾ രുക്മിണ്യസമരം, സന്താനോപാലം ഇങ്ങനെയുള്ള കഥകളും ഒക്കെ ആ സമയത്താണ് കുവലവിലോചന. ഈ നളയരുതും കുവലവിലോചന പോലും വർഷകാലത്തല്ല. ഈ കുവലവിലോചന ജാനേപുഷ്കരത എന്നൊക്കെ ചൊല്ലിയടിക്കുമ്പോൾ ഈ കാലത്താണ് ചൊല്ലിയടിക്കുക. വേർപാട് ഇരുന്നിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആട്ടം അദ്ദേഹം പറയുന്നില്ല, വേർപാടിൻ്റെ ആട്ടമൊക്കെ നമ്മുടെ ഡയറിയിൽ നിന്നുമുണ്ട്. അപ്പോൾ അപ്പം 3-ാം ദിവസമായാലും ശരി ആ കരണീയം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു സമ്പ്രദായമുണ്ട്. ആദ്യത്തെ 1-ാം കാലം ഇടയിൽ വീണ്ടും 1-ാം കാലത്തേക്ക് വന്ന് അങ്ങനെ ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ അദ്ദേഹം മാറ്റിയെന്ന് വെച്ചാൽ ഈ നളദൂത് ഇപ്പോൾ നമ്മൾ പാടുന്നത് ഇങ്ങനെ ഈ ഒരു കാലത്ത് ഇങ്ങനെ താളത്തിലല്ലേ. അദ്ദേഹം ചമ്പടയിൽ രാഗം താളം ചിട്ടപ്പെടുത്തിയിട്ട്, കാരണം ഇന്ദ്രനും നളനും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ അത് റെസ്പെക്റ്റും ഇത് കൊടുക്കാൻ ഈ കാലം അല്ല നല്ലത് എന്ന് പറഞ്ഞിട്ട് അത് ചിട്ടപ്പെടുത്തി ഞങ്ങൾ ഡൽഹിയിൽ അങ്ങനെ അവതരിപ്പിക്കാറുള്ളത്. മിക്കവാറും എല്ലാ ഭാഗവും കളയിൽ അദ്ദേഹം ചൊല്ലിയാട്ടം എല്ലാ സമയത്ത് വൈകുന്നേരത്തെ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഇരുന്നിട്ടുള്ള ക്ലാസ്സിന് കഥ പറയാം. അതിൽ എടുത്തു പറയേണ്ട ഒന്ന്, നളയിലെ ദൂതിൻ്റെ ഇതിൽ ദിക്തക്തറി മുഖരീകൃതി നിർപ്പത്തി പ്രസ്ഥാന ഭേരീരവ നിശക്രാമ എന്നുള്ള ശ്ലോകം കഴിഞ്ഞാൽ നളൻ എടുത്തുകലാശ പ്രവേശിക്കണം. എടുത്തുകലാശ പ്രവേശിച്ചിട്ട് വെച്ച് ചവിട്ടുമ്പോഴാണ് വലന്തില.
ആ വലന്തര സമയത്താണ് 4 പേരും തിരശ്ശീല താഴ്ത്തിയിട്ട് ബെഞ്ചിൻ്റെ സ്റ്റൂളിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് അവരെ കണ്ട ശേഷം ആണ് അവർ പിന്നെ വന്നിട്ട് പിന്നെ നളനോടാണ് പിന്നെ മിളിതം പദവികളെ. കാരണം അതിൽ പിന്നെ ആ ശ്ലോകം അങ്ങനെയാണ് പറയുന്നത്. ആ ശ്ലോകത്തിൻ്റെ അവസാനത്തെ വരി വരുന്നത് നിർവോധി പ്രസ്ഥാന ഭീരി നിശ്ചക്രാമ നലോപി നിശ്രമന ദൂതോപഹൂതസ്വയ ആഗച്ഛന്തമമും ആ വരുന്ന അവനോട്, അല്ലാണ്ട് അവർ തമ്മിൽ പറഞ്ഞതല്ല അർത്ഥം. ആഗച്ഛന്തമവും രഥേന മഹതാഭൂഷാ വിശേഷോജ്വല വൃഷ ജഗാത കുതുകി തൽ പ്രേക്ഷണേ താമ്പ്രതി, അവനെ അയക്കാൻ വേണ്ടി അവനോട്, അല്ലാണ്ട് അവർ തമ്മിൽ കണ്ടെന്ന ഭാഗ്യെന്ന് അവർ തമ്മിൽ പറയുന്നതല്ല. ഇത് ഞാൻ അന്ന് കലാമണ്ഡലത്തിൻ്റെ നളയത്തിൻ്റെ പറഞ്ഞിട്ട് എന്നെ ഇവരെല്ലാവരും ഇട്ട് കളിയാക്കിയിട്ട്. അപ്പം അതുകൊണ്ടാണോ ഈ ഇത് പറയണത് മിളിതം പദയുകളെ നികളതയ മാർഗിതയാ ലതയ, അങ്ങനെ പോകുന്ന വഴിക്ക് കാലുമ്പില് കിട്ടി. കാരണം നീ അറിവനഹം നളനല്ലയോ, വീരസേനൻ നിഷധാധീശൻ വൈരിഘടാവന ദേവദഹനൻ അതിപരിചിതൻ അവനെ അതിനാൽ അറിവിനവൻ നളനല്ലയോ നീ എന്ന് തന്നെയല്ലേ പറയണത്. അപ്പോൾ അത് ഈ പദം ശരിക്കും ദേവേന്ദ്രൻ പിന്നെ നളനോട് വരുന്ന തരത്തിലാണ് നമ്മളെ പഠിപ്പിച്ചുള്ളത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പം അത് അതിന് വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ പാടുന്ന അതും അങ്ങനെ അത് ഈ ത്രിപുടയല്ല, അത് ഒന്ന് പാടുന്നത് അടിയിണ പണിയും അടിയനീശ്വരൻ ചെമ്പടയിലാണ് പാടിയിരുന്നത്. പിന്നെ നമ്മളുടെ വേറൊരു കാലഘട്ടത്തിൽ അടിയീണ പണിയൂനേ അടിയൻ ഈശ്വരൻ, പിന്നെ അങ്ങനെ അടിയീണ ഇപ്പൊ കേട്ടത് അതിനൊരു കാരണം ആ നളനും എല്ലാ ബന്ധത്തിൻ്റെ ഒരു ഇതുണ്ട്. ഇപ്പൊ പറയുന്ന ഈ അടിയീണ പണിയൂനേ അടിയൻ ഈശ്വരന്മാരെ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇന്ദ്രനെ കളിയാക്കുണ്ടോ ആണോ എന്ന് തോന്നും. ആ ഈ അല്ല തെറ്റായിട്ട് പറയണമല്ല.